അനി കുറച്ച് ഡിസൈനുമായിട്ട് വന്നിട്ട് നയനോട് ചോദിക്കുകയാണ്, ഏട്ടത്തി ഇതിലേതാ ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടെ? നയന പറയുന്നുണ്ട്, മോനെ ഇനി നിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതും പറയേണ്ടതും ആലോചിക്കേണ്ടതും എല്ലാം അനാമികയായിട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അനിമോൻ പോയിട്ട് അനാമികയോട് ചോദിച്ചു നോക്ക്. ഇനി നയനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഏട്ടത്തിലെ വലിയ ഡിസൈനർ, അതുകൊണ്ട് ഏട്ടത്തിനെ കാണിച്ചു തന്നാൽ മതി. ഇതിലേത് ഡിസൈനാ ഏട്ടത്തിക്ക് കൂടുതൽ ഇഷ്ടം? ഞാൻ പറഞ്ഞില്ല അനി, ദയവ് ചെയ്ത് മോൻ അനാമികയെ കൊണ്ട് കാണിക്ക്. അനാമികയ്ക്കുള്ളതല്ലേ ഇത്. അപ്പൊ അനാമികയെ തന്നെ കണ്ട് കാണിച്ച് അവളുടെ അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഏട്ടത്തി പറ, ഏട്ടത്തി സെലക്ട് ചെയ്താൽ മതി എന്ന് പിടിവാശിയോടെ അനി നിൽക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് അങ്ങോട്ടേക്ക് ജാനകി വരികയാണ്. ജാനകി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ കാര്യം? അനാമികയോട് ഒറ്റയ്ക്കിരിക്കല്ലേ ഈ സമയത്ത്? ഇവളോടെന്താ കൊഞ്ചു കൊഴിഞ്ഞോണ്ട് നിൽക്കുന്നത്? അമ്മ എന്തൊക്കെയായി പറയുന്നേ? ദാ ഇത് കണ്ടോ, കുറച്ച് ഡിസൈൻസാ, ഞാനിതിൽ ഏതാ നല്ലതെന്ന് ഏടത്തോട് ചോദിക്കായിരുന്നു അനാമികയ്ക്ക് കൊടുക്കാനായിട്ട്. അത് നീ എന്തിനാ ഇവളോട് ചോദിക്കുന്നേ? ഇത്രയും കാലം നീ ഇവളോട് ചോദിച്ചു, അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇനി അങ്ങനല്ല. ഇനി നിനക്കൊരു ഭാര്യ വന്നിട്ടുണ്ട്, നീ എല്ലാ കാര്യങ്ങളും അവളുമായിട്ട് ഷെയർ ചെയ്താൽ മതി, അല്ലാതെ ഇവളോടല്ല പറയേണ്ടത് ഒരു കാര്യങ്ങളും. മനസ്സിലായല്ലോ എന്ന് ചോദിക്കാണ്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏടത്തി കഴിഞ്ഞിട്ടുള്ളോ എനിക്ക് മറ്റെന്തും. ഏടത്തി എന്നെ ഒരു അനിയനെ പോലെയാ കാണുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അനിയത്തിയെ കൊണ്ട് കെട്ടിക്കാൻ അവൾ ആവന്ന് നോക്കിയത്. എന്നിട്ട് പറ്റാതായപ്പം ഒരു കരച്ചിലും പിഴിച്ചിലും ഒരു അഭിനയം. അമ്മേ, ദേ ആവശ്യമില്ലാത്തത് പറയരുത്. ഏടത്തിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, ശരിയാ. പക്ഷെ എൻ്റെ അടുത്തും നന്ദുവിൻ്റെ അടുത്തും പോയിട്ട് ഇനി ഒരിക്കലും ഇതിനെപ്പറ്റി ചിന്തിക്കരുതെന്നും നല്ല ഫ്രണ്ട്സായിട്ട് കഴിയണമെന്നും അനാമികയെ വീട്ടിലേക്ക് വരേണ്ടതെന്നൊക്കെയാ ഏടത്തി പറഞ്ഞത്. അതുകൊണ്ട് ആരും ഏടത്തി തെറ്റിദ്ധരിക്കണ്ട. നീ ഇങ്ങനല്ലേ പറയുള്ളൂ, അല്ലേലും മര്യാദയ്ക്ക് നിന്റെ മുറിലേക്ക് പോവാൻ നോക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ് ജാനകി. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, മോനെ അനി നീ പൊക്കോ, ഞാൻ പറഞ്ഞല്ലോ. നീ നിന്റെ അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ചോദിക്കുക. വേണ്ട, ഏട്ടൻ സെലക്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അനി പറയുമ്പോൾ നിവൃത്തിയില്ലാതെ നയന അതിലൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാഗ്രഹിച്ച അതേ ഡിസൈൻ ഏട്ടത്തി, താങ്ക്സ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോയതിനു ശേഷം അനി അനാമികയ്ക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ധാനാമിക, ഇത് നിനക്കുള്ള ഗിഫ്റ്റാ, എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ആനി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാന്. ആണോ? എനിക്കറിയാം ഇഷ്ടപ്പെടുമെന്ന്. എൻ്റെ ഏട്ടത്തിന്റെ സെലക്ഷൻ അല്ലേ, ഇപ്പൊ ഞാൻ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ പോവോ? എന്താ നീ പറഞ്ഞേ? ആറ് സെലക്ഷൻ എന്നാ പറഞ്ഞേ? എൻ്റെ ഏട്ടത്തിന്റെ സെലക്ഷൻ ഞാൻ ഒരിക്കലും മോശമാറില്ല, അടിപൊളി ആവാറേ ഉള്ളൂ. കണ്ടില്ലേ ഇപ്പോ എന്ന് പറയണം. ഓഹോ, അപ്പൊ അവള് സെലക്ട് ചെയ്താണോ നീ എനിക്ക് കൊണ്ട് തരുന്നത്? എന്താ നീ പറഞ്ഞേ? അവളെന്നോ? അതെന്റെ ഏട്ടത്തിയാ. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അനി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഏട്ടത്തിയൊക്കെ പണ്ട്, ഇപ്പൊ ഞാൻ നിന്റെ ഭാര്യ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ അവളാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്കിത് വേണ്ട. അനി പറയാണ്, അനാമിക നീ എന്തിനാ ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറുന്നത്? ഒച്ച കുറച്ച് സംസാരിക്ക്. മുത്തശ്ശിയൊക്കെ കേട്ടാ ആകെപ്പാടെ പ്രശ്നമാവും. എന്ത് പ്രശ്നമാവാൻ? എനിക്ക് പറയാനുള്ളത് നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയും. എനിക്ക് ഒച്ചയ്ക്ക് തന്നെ പറയണം, എങ്കിൽ മാത്രമേ നിന്റെ തലയ്ക്കകത്തൊരു കയറുള്ളൂ എന്നൊക്കെ അനാമിക പറയാണ്. അനി പറയുന്നുണ്ട്, നീ എന്തിനാ ഈ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? ഏടത്തി മാല സെലക്ട് ചെയ്തു, അതിനിപ്പോ എന്താ പ്രശ്നം? ഏടത്തി നല്ല ഡിസൈനറാ, നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. എനിക്കെല്ലാം അറിയാം. എല്ലാവരും ലൈഫ് ഡിസൈൻ ചെയ്തതും ഇപ്പൊ അവള് തന്നെയാണല്ലോ. അവളുടെ അനിയത്തിനെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു. നടക്കാതെ വന്നപ്പോഴാണല്ലോ ഈ ഒരു ഇതിന് അവൾ കൂട്ടുനിന്നത്. അനി പറയുന്നുണ്ട്, അനാമിക നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നോടും നന്ദനോടൊന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞത് ഏട്ടത്തിയാ. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഏട്ടത്തിനെ കുറ്റക്കാരിയാക്കരുത്. അനാമിക പറയുന്നുണ്ട്, എനിക്കറിയാം നിന്റെ ആ ഏട്ടത്തി കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അവളാ എല്ലാത്തിനും കാരണക്കാരി, അവൾ ഒറ്റൊരുത്തിയാ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇതിനെ വെറുതെ ഏട്ടത്തെ കുറ്റം പറയുന്നത്? പിന്നെ ഞാൻ ആരെ കുറ്റം പറയണം? പറ, നീ തന്നെ പറ. അനി ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ നിന്റെ ഭാര്യ. എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി നീ തരേണ്ടത് എനിക്കാ. നിന്റെ അമ്മയ്ക്ക് നീ കൊടുത്തോ, അച്ഛന് കൊടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാല് അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ആ നന്ദുവിന്റെ ഏട്ടത്തിയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കണ്ണിന് കണ്ടുകൂടാ എന്നൊക്കെ അനാമിക ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും മണി പറയാണ്, അനാമിക ദയവ് ചെയ്ത് നീ ഉച്ചയും ബഹളം ഉണ്ടാക്കാതെ, ആരെ അറിയിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. നയനേച്ചി ഒത്തിരി തവണ പറഞ്ഞതാ അനാമികയെ കൊണ്ട് നോക്കിച്ചാൽ മതിയെന്ന്. ഞാനാ പിന്നെ ഏട്ടൻ നല്ല ഡിസൈനർ ആണല്ലോ, നിനക്കൊണ്ടൊന്ന് സന്തോഷമാവുള്ളെന്നൊക്കെ കരുതിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ദയവ് ചെയ്ത് നീ ഒച്ച ഉണ്ടാക്കാതിരുന്നാൽ മതി, ഞാൻ ഒരിക്കലും ഒരബദ്ധവും കാണിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ദേഷ്യപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ അനാമിക വന്ന് കയറിയതിനു ശേഷം ഒരുപാട് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസം നമ്മൾ 2-3 വീഡിയോ ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും ഒട്ടും വ്യൂസ് ഇല്ല. എല്ലാവരും കണ്ട് സഹകരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് വീഡിയോ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.